കോട്ടയം മെഡിക്കൽ കോളേജിലെ കെട്ടിടം ഇടിഞ്ഞു വീണ് മരിച്ച ബിന്ദുവിന്റെ വീട്ടിൽ ഇന്നിപ്പോൾ ആരോഗ്യമന്ത്രി വീണ ജോർജ് സന്ദർശനം നടത്തുന്നുണ്ട്. കുടുംബത്തിന് കൈമാറാനുള്ള ധനസഹായം സംബന്ധിച്ച റിപ്പോർട്ട് കോട്ടയം ജില്ലാ കളക്ടർ ഇന്ന് കൈമാറും. കളക്ടർ നൽകുന്ന ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാകും ധനസഹായമൊക്കെ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലൊക്കെ ഒരു തീരുമാനത്തിലേക്ക് എത്തുക. 11 നടക്കുന്ന മന്ത്രിസഭാ യോഗത്തിൽ ധനസഹായത്തിന്റെ പ്രഖ്യാപനം ഉണ്ടാകുമെന്ന് മന്ത്രി വി എൻ വാസവൻ കഴിഞ്ഞ ദിവസം അറിയിക്കുകയും ചെയ്തിരുന്നു. ഗോകുൽ രമേശുണ്ട് നമുക്കൊപ്പം വിവരങ്ങളുമായിട്ട്. ഗോകുലെ, ഗുഡ് മോർണിംഗ്. ഈ കോട്ടയം മെഡിക്കൽ കോളേജിന്റെ റിപ്പോർട്ട് ഇന്നിപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ലഭ്യമാകുന്നുണ്ട്. അതിപ്പോൾ എങ്ങനെയാണ്, എപ്പോഴാണ് ആ റിപ്പോർട്ട് നൽകുക? ആരോഗ്യമന്ത്രിയുടെ സന്ദർശനം സംബന്ധിച്ച് അന്തിമ വിവരങ്ങൾ എങ്ങനെയൊക്കെയാണ്? കോട്ടയം മെഡിക്കൽ കോളേജിൽ കെട്ടിടം ഇടിഞ്ഞു വീണ ബിന്ദുവിന്റെ വീട്ടിൽ ഇന്നിപ്പോൾ ആരോഗ്യമന്ത്രി, ഇന്നലെ വൈകുന്നേരം ആരോഗ്യമന്ത്രിയുടെ ഫേസ്ബുക്ക് പോസ്റ്റൊക്കെ വന്നിരുന്നു. പിന്നീട് ആരോഗ്യമന്ത്രി കുടുംബവുമായി സംസാരിച്ചിരുന്നു. ബിന്ദുവിന്റെ ഭർത്താവ് വിശ്രുതനുമായി ഈ ഫോണിൽ സംസാരിച്ചിരുന്നു ആരോഗ്യമന്ത്രി. അതിനുശേഷമാണ് താൻ ഇന്ന് വീട്ടിലേക്ക് സന്ദർശനം നടത്തുമെന്നൊരു വിവരം കൂടി പങ്കുവച്ചത്. അപ്പോൾ ഇന്ന് ആരോഗ്യമന്ത്രി വീട്ടിലേക്ക് എത്തും. മാത്രമല്ല, ഈ കുടുംബത്തിന് നൽകാനുള്ള ധനസഹായം സംബന്ധിച്ച റിപ്പോർട്ട് അടക്കം ഇന്ന് ജില്ലാ കളക്ടർ കൈമാറും എന്ന് പറയുന്നു. ഗോകുലുണ്ട് നമുക്കിപ്പം. ഗോകുൽ, ഗുഡ് മോർണിംഗ്. ഈ ജില്ലാ കളക്ടറിന്റെ നേതൃത്വത്തിലുള്ള അന്വേഷണമൊക്കെ പുരോഗമിക്കുകയായിരുന്നു. ഇപ്പോൾ റിപ്പോർട്ട് കൈമാറുന്നത് സംബന്ധിച്ചുള്ള അന്തിമ തീരുമാനം അതെങ്ങനെയാണ്? ആരോഗ്യമന്ത്രിയുടെ ബിന്ദുവിന്റെ വീട് സന്ദർശനം, അതുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ കൂടി. ഗുഡ് മോർണിംഗ്. അതായത് ഇന്നലെ മന്ത്രി വി എൻ വാസവൻ ഈ ബിന്ദുവിന്റെ വീട് സന്ദർശിച്ചിരുന്നു. അവിടെ വെച്ച് ഒരു അടിയന്തര ധനസഹായമായി 50,000 രൂപ കൈമാറിയിരുന്നു. അതുകൂടാതെ ഈ കുടുംബത്തിന് കൂടുതൽ ധനസഹായം പ്രഖ്യാപിക്കുമെന്ന് മന്ത്രി അറിയിച്ചിട്ടുണ്ടായിരുന്നു. അതുമായി ബന്ധപ്പെട്ട നടപടികൾക്കായിട്ട് ജില്ലാ കളക്ടറോട് ഒരു റിപ്പോർട്ട് സമർപ്പിക്കാൻ നിർദ്ദേശിച്ചിട്ടുണ്ടായിരുന്നു. ആ റിപ്പോർട്ട് ഇന്ന് കളക്ടർ ഈ മന്ത്രിസഭയ്ക്ക് കൈമാറുമെന്നാണ് അറിയാനായിട്ട് സാധിക്കുന്നത്. എന്തായാലും ആ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലായിരിക്കും എത്ര രൂപ, എങ്ങനെ ധനസഹായം പ്രഖ്യാപിക്കണമെന്നുള്ള കാര്യത്തിലൊക്കെ സർക്കാർ ഒരു അന്തിമ തീരുമാനം എടുക്കുന്നുണ്ടാവുക. അതിനുശേഷം ഈ 11-ാം തീയതി ചേരാനിരിക്കുന്ന മന്ത്രിസഭാ യോഗത്തിൽ വെച്ച് ആ ധനസഹായം പ്രഖ്യാപിക്കുമെന്നാണ് മന്ത്രി വി എൻ വാസവൻ അറിയിച്ചിരിക്കുന്നത്. എന്തായാലും അതിന്റെ അടിസ്ഥാനത്തിൽ അതിനുവേണ്ടിയിട്ടുള്ള ഒരു റിപ്പോർട്ടാണ് ജില്ലാ കളക്ടർ ഇന്ന് ഇതുമായി ബന്ധപ്പെട്ട് കൈമാറുകയുള്ളത്. അതോടൊപ്പം തന്നെ ഇന്നലെ വൈകുന്നേരത്തോടു കൂടിയാണ് മന്ത്രി വാസവൻ ആ കുടുംബത്തിൽ സന്ദർശനം നടത്തിയത്. അതിനുശേഷം എന്തായാലും ആരോഗ്യമന്ത്രി വീണ ജോർജ് കൂടി അവിടേക്ക് എത്തുമെന്നുള്ള വിവരങ്ങൾ ഇപ്പോൾ ലഭ്യമാകുന്നുണ്ട്. ഇന്ന് ഒരുപക്ഷെ മന്ത്രി വീണ ജോർജ് ബിന്ദുവിന്റെ വീട് സന്ദർശിച്ചേക്കുമെന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത്. ഇന്നലെ ആരോഗ്യമന്ത്രി ഈ കുടുംബവുമായിട്ട് ഫോണിൽ ബന്ധപ്പെട്ട് സംസാരിക്കുകയും കുടുംബത്തിന് പൂർണ്ണ പിന്തുണ ഏൽപ്പിക്കുകയും ഒക്കെ തന്നെ ചെയ്യുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. എന്തായാലും അതുകൂടാതെ ഈ ധനസഹായം കൂടാതെ തന്നെ ഈ ബിന്ദുവിന്റെ മകന് കോട്ടയം മെഡിക്കൽ കോളേജിൽ ഒരു താൽക്കാലിക ജോലി ഏർപ്പെടുത്തുന്ന കാര്യവും മന്ത്രി വി എൻ വാസവൻ ഇന്നലെ ഉറപ്പ് നൽകുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ ഈ ബിന്ദുവിന്റെ മകൾ നവമിയുടെ ചികിത്സ പൂർണ്ണമായിട്ടും സൗജന്യമായിട്ട് കോട്ടയം മെഡിക്കൽ കോളേജിൽ അവർ ഏത് നിമിഷം എത്തിയാലും അപ്പോൾ തന്നെ അത് ചെയ്തു നൽകുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ സ്വീകരിച്ചിട്ടുള്ളതായിട്ട് മന്ത്രി ഇന്നലെ വ്യക്തമാക്കി കഴിഞ്ഞിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഈ സംഭവം, ഈ അപകടം നടന്ന സംഭവവുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിശദമായിട്ടുള്ള റിപ്പോർട്ടും കളക്ടർ സമർപ്പിക്കുന്നുണ്ട്. അത് ഒരാഴ്ചയ്ക്കുള്ളിൽ സർക്കാരിന് സമർപ്പിക്കുമെന്നാണ് കളക്ടർ അറിയിച്ചിരിക്കുന്നത്. ഓക്കെ ഗോകുൽ, വ്യക്തമാണ്.